ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പൊട്ടറ്റോ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് തന്നെ തോന്നാം എന്നുള്ളതുപോലെ തന്നെ വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ പൊട്ടാറ്റോ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ചെറിയൊരു ചൂടോടുകൂടി ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് തന്നെ കഴിക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മുടെ സ്നാക്ക് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 6 സ്ലൈസ് ബ്രെഡിലേക്ക് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ബ്രെഡ് ആയാലും കുഴപ്പമില്ല, തലേ ദിവസത്തെ ബ്രെഡ് ആയാലും കുഴപ്പമില്ല, നമുക്ക് പൊരിച്ചെടുക്കാനാണല്ലോ. അപ്പോൾ ഏത് ദിവസത്തെ ബ്രെഡ് ആയാലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് 2 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 4 വിസിൽ വരുന്നത് വരെ അല്ലെങ്കിൽ 5 വിസിൽ വരുന്നത് വരെ നമ്മുടെ കയ്യിലുള്ള ഉരുളക്കിഴങ്ങ് വേവുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ 5 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തത്. 4 വിസിൽ വരുന്നത് വരെ എന്ന് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോള എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് എരിവിനനുസരിച്ച് പച്ചമുളക്, നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചാട്ട് മസാലയാണ്. ഗരം മസാലപ്പൊടി ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചാട്ട് മസാല ചേർക്കുന്നത് തന്നെയാണ്. ചാട്ട് മസാല ഇല്ലെങ്കിൽ മാത്രം ഗരം മസാലപ്പൊടി ചേർക്കുക. പിന്നെ വേണ്ടത് ചീസാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാകുമ്പോൾ ചീസ് തന്നെ ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം, വേവിച്ച കോളിഫ്ലവർ ചേർക്കാം. അങ്ങനെ ഗ്രീൻ പീസോ കോളിഫ്ലവറോ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്തോളൂ. ഞാനിതിലേക്ക് മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു വലിയ ബൗളിലെടുക്കുക. അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങും സവോളയും എല്ലാം ചേർത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പച്ചമുളക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിന് പകരം കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. പച്ചമുളക് സ്കിപ്പ് ചെയ്യാം, നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കാം. ചീസ് സ്ലൈസ് യൂസ് ചെയ്യാം, പക്ഷേ സ്ലൈസ് യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ലൈസ് അല്ല യൂസ് ചെയ്യുന്നത്, ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. സ്ലൈസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ ചീസ് സ്ലൈസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചീസ് ക്യൂബ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ചെറിയ ക്യൂബ്സും ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫില്ലിങ്ങിൻ്റെ പുറമെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഫില്ല് ചെയ്യുമ്പോൾ പറയാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നമുക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ നമ്മുടെ മല്ലിയില, അതുപോലെ തന്നെ നമ്മുടെ സവോള, പച്ചമുളക്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചാട്ട് മസാലയിൽ ഉപ്പുണ്ട്. അപ്പോൾ ചെറിയ അളവിൽ ഉപ്പ് ചേർക്കുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ പൊട്ടറ്റോയും ബാക്കിയുള്ള വെജിറ്റബിൾസും എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഗ്രീൻ പീസ് ചേർക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ വേവിച്ചത് ചേർക്കുന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ വേവിച്ചത് ഉടച്ച് ചേർക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് വേവിച്ചതുണ്ടെങ്കിൽ ക്യാരറ്റ് വേവിച്ചത് ഉടച്ച് ചേർക്കാം. ബീട്രൂട്ട് വേവിച്ചതുണ്ടെങ്കിൽ ബീട്രൂട്ട് വേവിച്ചത് ഉടച്ച് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പാകത്തിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങിനൊക്കെ ആവശ്യമായ ഉപ്പ് ചേർക്കാം, പക്ഷേ ചാട്ട് മസാല ചേർക്കുമ്പോൾ ചെറിയൊരളവിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യാം. ഈ ഉപ്പും ചാട്ട് മസാലയും നമ്മുടെ ഈ പൊട്ടറ്റോയിലേക്കും സവോളയിലേക്കും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഗരം മസാലപ്പൊടി ആണെങ്കിൽ 1/4 ടീസ്പൂൺ മാത്രം ചേർക്കുക. അപ്പോൾ ചാട്ട് മസാലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ കുക്കിംഗ് ഒന്നും വരുന്നില്ല. നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് റെഡിയാക്കുന്നതിൽ ഈ ഒരു മിക്സിങ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനിയാണ് ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ ചീസ് ക്യൂബ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഫില്ലിംഗ് എടുത്തിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നടുഭാഗത്ത് വെച്ചിട്ട് ചീസ് ക്യൂബ് വയ്ക്കുക. അതിനുശേഷം കവർ ചെയ്തെടുത്തിട്ട്
നമുക്ക് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ ഒരു ഓവൽ ഷേപ്പ് ആക്കി എടുക്കുക. അതിനുശേഷം ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യാം. ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് നനച്ചെടുത്തിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ചീസ് സ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ട് ഈ ഒരു ഓവൽ ഷേപ്പ് ആക്കി എടുത്തിട്ട് ചീസ് സ്ലൈസ് ഈ ഒരു ഓവൽ ഷേപ്പിനെ കവർ ചെയ്തെടുക്കുക. ഒരു ചീസ് സ്ലൈസ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഓവൽ ഷേപ്പിനെ കവർ ചെയ്തെടുത്തിട്ട് അത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കവർ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും അല്ല ചെയ്യുന്നത്, വേറൊരു രീതിയിലാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ ചെറിയൊരളവിലും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കണം ഉപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡിൽ ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട്. ഇത് ഏത് രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിലും ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒരു ഡിപ്പ്, അതിനുശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് വെള്ളം മാറ്റിയെടുത്തിട്ട് മാത്രം ബ്രെഡിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട്, ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്കാണ് ഞാനിപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ചീസ് മിക്സ് വയ്ക്കുന്നത്. ഇതൊന്ന് ഷേപ്പായിട്ട് ബ്രെഡ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുമ്പോൾ നന്നായിട്ട് കവറായി കിട്ടും. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. കവർ ആവാത്ത ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ സൈഡും കവർ ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം നമ്മളിതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി, നന്നായിട്ട് പുകയുന്ന പോലെ ചൂടാവരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് ചൂടാവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പാകത്തിൽ ഒരുവിധം ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതൊരു 3 പീസാണ് ഒരു സമയത്ത് എണ്ണയിലേക്ക് ഇടുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്താലും മതി. ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 3 പീസ് ഇട്ടിട്ട് ഒരു സൈഡിലേക്ക് എണ്ണ ഇങ്ങനെ പതുക്കെ കോരി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇതുപോലെ മുകൾ ഭാഗത്തേക്ക് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസൈഡിലുള്ള മിക്സൊക്കെ കുക്കായതാണെങ്കിലും ആ ബ്രെഡ് ഒന്ന് കുക്കായി കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലേക്കും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ കുക്കായി വരും കേട്ടോ. നമുക്ക് വേഗം തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഒരു സൈഡൊന്ന് ഇതുപോലെ കളർ ചേഞ്ച് ആയി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എണ്ണയിൽ നിന്ന് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടാലും അടുത്ത സൈഡിലേക്കും ഇതുപോലെ എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വൈഡായിട്ടുള്ള പാൻ വെച്ചിട്ട് തന്നെ ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും വൈഡായിട്ടുള്ള പാനാണ് നമുക്ക് എളുപ്പം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഈ ഒരു സ്നാക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ കേട്ടോ. ചീസൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. പൊട്ടറ്റോ അല്ലേ, പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ചീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള കളർ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ
നമ്മുടെ സ്നാക്സ് റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നീതസ് ടേസ്റ്റ്ലാൻഡ് സ്നാക്സ് റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സ്നാക്സ് റെസിപ്പീസും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ പൊട്ടറ്റോ റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നീതസ് ടേസ്റ്റ്ലാൻഡ് പൊട്ടറ്റോ റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പൊട്ടറ്റോ റെസിപ്പീസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സ്നാക്സ് റെസിപ്പീസിൻ്റെയും പൊട്ടറ്റോ റെസിപ്പീസിൻ്റെയും ഒക്കെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ എളുപ്പത്തിലുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കൂ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ഇതൊക്കെ. അപ്പോൾ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് കുട്ടികളുടെ അഭിപ്രായവും കൂടി ചോദിച്ചിട്ട് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ബ്രെഡിൻ്റെ. ബ്രെഡ് ഒന്ന് കുക്കായി വരാനുള്ള സമയം മാത്രമേ നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞുള്ളൂ. പൊട്ടറ്റോ കുക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് കുക്കറിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ജോലികളൊക്കെ രാവിലത്തെ ജോലികളൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 4-3 പൊട്ടറ്റോ എടുത്ത് കുക്കറിലേക്ക് വെച്ചിട്ട് വേഗം കുക്ക് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിനി കുറച്ചുകൂടി കളറ് മാറി വരും കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂട് മാറി വരുമ്പോൾ കുറച്ചുകൂടി കളറ് മാറി വരും. ഈ ഒരു കളറാകുമ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താ എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഒരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കുക. എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തോളും. ഒരുപാട് ഓയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതെല്ലാം മാറ്റട്ടെ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയ കുട്ടികൾക്കൊക്കെ കൊടുക്കൂ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.